ഹായ് വെൽക്കം ബാക്ക് ടു സുലു ബ്ലോഗ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എഗ് റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇനി നമുക്ക് ജാർ എടുക്കാം. അതിലേക്ക് 4 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 5 അല്ലി വെളുത്തുള്ളിയും ചെറിയ 2 കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അത് അടിച്ചെടുത്തൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ട് അറിയിക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ സ്ഥിരമായി ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ ചെയ്യണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം കടുക് പൊട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പില കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ആ വെള്ളവും ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പച്ചമണം മാറി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം. അല്ലെങ്കിൽ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിയുടെ ഒരു ചെവ വരും. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കിയതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ മസാല ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ മുളക് പൊടി. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ചേർത്തത് കാണിക്കാൻ പറ്റിയില്ല. ഇനി നമുക്കിത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് ഉപ്പൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. മുട്ട 2ആയിട്ട് കീറിയിട്ടാണ് ഞങ്ങളിവിടെ ചേർക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനോടും ലഞ്ചിനോടും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പിന്നെ ഏത് ഫുഡാണെങ്കിലും നമുക്കിത് കോമ്പിനേഷനാണ്. ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെല്ലാ മുട്ടയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റോളം ഒന്ന് അടച്ച് വേവിക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.